വേണുചേട്ടാ മഞ്ജരി യെസ് മാർക്കിടുന്ന തിരക്കിലാണോ? അതെ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? അല്ല, നമുക്ക് പാചകത്തിന്റെ കാര്യത്തിലോട്ട് കിടക്കാം. നേരത്തെ മഞ്ജരിയുടെ ആ സാമ്പാറിൽ ഞാൻ ഇപ്പോഴും സ്റ്റക്കാ. സാമ്പാർ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ ആൾക്കാര് അവിയൽ നന്നായി എന്ന് പറയുന്നു. അതേപോലെ സാമ്പാർ ഉണ്ടാക്കി അവിയൽ ആയി പോയ പോലെ എത്ര ഡിഷുകൾ ഉണ്ടാക്കി സക്സസ് ആയിട്ടുണ്ട്? ഉണ്ടാക്കിയതൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. ഇതേപോലെ സാമ്പാറിൽ നിന്ന് അവിയലിലെത്തുന്നു. ഞാൻ സാമ്പാറല്ല ഉണ്ടാക്കിയത്, ആ കഴിച്ച ആൾക്കല്ലേ അവിയലേക്ക് തോന്നിയത്. അതെന്റെ തെറ്റല്ല. അപ്പൊ ഞാൻ 2 ഡിഷ് ഉണ്ടാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാമ്പാർ ഉണ്ടാക്കി, അവർ അവിയൽ കഴിച്ചു. എന്തായാലും നന്നായില്ല. ഏതെങ്കിലും ഒരു ഡിഷ് ആണെന്ന് അവര് സമ്മതിച്ചേ. പാചക റാണി. ശരി, വേണുചേട്ടൻ എന്തെങ്കിലും ഡിഷൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഡിഷ് ഞാൻ ഡിഷ് വാഷ് ട്രൈ ചെയ്തിട്ടുണ്ട്, കഴിച്ച്, അത്രേ ഉള്ളൂ. അല്ല, ഇതുവരെ ലൈഫിൽ ഒന്നും ഒരു മുട്ട പോലും പൊരിച്ചു നോക്കിയിട്ടില്ല. ചായ ഉണ്ടാക്കിയിട്ടില്ല. ചായ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ട് മുട്ട പൊരിക്കാറുണ്ട്, ഓംലെറ്റ്, ദോശ ചൂടാറും, പരത്തും, ചപ്പാത്തി കുഴയ്ക്കും. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇതിനിടയ്ക്ക് നൂൽപുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി. പരത്തി ക്ഷീണായിട്ട് ഒരു വലിയ ഇടിയപ്പം. ഓരോന്നോരോന്ന് ഉണ്ടാക്കണ്ട. അല്ല, രണ്ടുപേരും കഴിക്കണ്ടേ? രണ്ടുപേരും ഇത് ചെയ്യാണല്ലോ, ക്രിയേറ്റീവ് ആയിട്ട് ഒരു ചെയ്യണം. ഭാഗത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഇരുന്ന് കഴിച്ചു തീർത്തു. എന്തായാലും മഞ്ജരിയും മഞ്ജരിയുടെ ഹസ്ബൻഡും കുക്കിംഗ് വിദഗ്ധരായതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് എന്റെ ഫേവറേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. മാർബിൾ കേക്ക്. പ്രോത്സാഹിപ്പിക്കണം എന്നെ, വേണ്ടാന്ന് മാത്രം പറയുന്നു. ഇതിലിപ്പോ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഇതിപ്പോ വനില കേക്കിന്റെ ആണ്. കേക്ക് മിക്സ് പ്ലസ് 90 ml വാട്ടർ. ഓക്കെ, 90 ml വെള്ളമായി. ഇനി ഓയിൽ എഴുതിയത്, അതിന് പകരം നമുക്ക് ഗീ എടുക്കാം. ഗീ എടുക്കാം. രണ്ട് മുട്ട, കേക്ക് റെഡി. ചെയ്തോ, അവരോട് എഴുതി കൊടുക്കും എങ്ങനെ ഉണ്ടാകും. അതാണ് കേക്ക്. ഇങ്ങനെയാണ് പാചകമെങ്കിൽ സാമ്പാറിൽ നിന്ന് അവിയലെങ്കിൽ എത്തിയത് എന്തോ ദേവപുണ്യം എന്ന് വിചാരിച്ചാൽ മതി. ഈ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് സാമ്പാർ എന്ന് പറയുന്നതല്ല. ഇതേപോലെ തന്നെയാണോ പാചകം നടക്കാറ്? അല്ല, ഇതുപോലെയല്ല, ചില സമയത്ത് സക്സസ് ആവാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 90 ഒഴിച്ച അളവാണ്. കറക്റ്റ് അളവായിരുന്നു. ഇത്രയും അങ്ങനെ യാതൊരു മദ്യപാനം ഇല്ലാത്തൊരു വ്യക്തി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 90 ഒഴിച്ചു, അത് വെളിച്ചെണ്ണ ഒഴിച്ചതായിരിക്കാം 90. അളവുള്ള കപ്പാണ്, അതിലേക്കാണ് ഒഴിച്ചത്. ശരി, ഓക്കെ. എന്തായാലും പാചകം കലക്കി. സീനിയേഴ്സ് അവിടെ ഇരുന്ന് കുടുകൂടാ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ല മഞ്ജരി ചേച്ചി, എന്നിട്ട് ഉണ്ടാക്കിയോ? കേക്ക് ഉണ്ടാക്കിയോ? അതിനുശേഷം ഉണ്ടാക്കി. പിന്നെ ഒരു തീരുമാനമായത് എന്താ ചെയ്യേണ്ടത്. ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3. നമ്മുടെ 8 മ്യൂസിക്കൽ വൈഫിന്റെയും 2ാം റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴിക്കോട് നിന്നുള്ള അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം സോന.
ചിറകുകളിൽ അമൃതം പകരുമൊരു നേരം പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ. ഭാര്യ പാട്ടുപാടി പ്രാണവേദന, ഭർത്താവ് അവിടെ ഇരുന്ന് വീണ വായന അല്ലേ? ഓ, വീണ ഇതെപ്പോ വായിച്ച് പഠിച്ചു? അതെ, അവിടെ ഇരുന്ന് പഠിച്ചതാ. അല്ല, ഇത് വീണ വായിക്കായിരുന്നോ അതോ ഒരു 80ന്റെ സാൻഡ് പേപ്പർ ഇട്ട് വരയ്ക്കാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ എന്നെ ഒന്നാമത് അത് മനസ്സിലുണ്ട്. വീണയല്ല. തമ്പുരു വീട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. കലക്ക് കേട്ടോ. ഇത് എങ്ങനെയൊക്കെ മസിലും പിടിച്ചു വന്ന ആളാ ഇപ്പൊ പുള്ളി എന്തൊക്കെ വേഷത്തിലൂടെ കേറുന്നത്. പക്ഷെ ആ അവസാനം സോനെ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു. അതൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു. അത് നമുക്ക് അതിനകത്ത് യാതൊരു ഇത് ശരിക്കും മനസ്സുകൊണ്ട് ഭാര്യനെ കെട്ടിപ്പിടിച്ച് നമുക്കത് ഫീൽ ചെയ്യായിരുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് യു മാഡം. താങ്ക് യു സർ. എല്ലാ രീതിയിലും അത് ആ ഒരു ആലാപ്പ് ദാറ്റ് വാസ് സൂപ്പർ. താങ്ക് യു സർ. ആ ഒരു പ്ലസ് രണ്ടാമത് റിപ്പീറ്റ് ആ ലിറിക്സ് പെർഫെക്റ്റ്ലി യു സാങ്. താങ്ക് യു സർ. താങ്ക് യു. മറ്റെല്ലാം ഇറ്റ് വാസ് ഗുഡ്, റിയലി ഗുഡ്. ഒരു ചെറിയൊരു ഫ്ലോ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. ബട്ട് ഇല്ല സർ. വെരി ഗുഡ്, ഗുഡ്. താങ്ക് യു സർ. ആൻഡ് ശ്രീകാന്ത് നന്നായി. താങ്ക് യു സർ. എല്ലാം ടിൽ ദ ഹഗ് ഇറ്റ് വാസ് ഗുഡ്. സോനയുടെ ആ ഒരു വൈകാരിക മാറിയോ? മാറിയെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും വോയിസിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന്. എനിക്ക് പാടാൻ ഭാഗ്യത്തിന് പറ്റിയെന്ന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതെ. അല്ല, ഹമ്മിങ് ഒക്കെ ആലാപൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ചില സ്ഥലങ്ങൾ മാത്രം ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ടെൻഷൻ കൊണ്ടാണോ ശ്വാസത്തിന്റെ ആണോ ഒന്ന് ഒരു ഇടർച്ചയുണ്ട്, എന്നിട്ട് അത് അങ്ങ് ചെറുതായിട്ട് അങ്ങ് ഫ്ലാറ്റായി പോകും. അത് കുറച്ചൊന്ന് ആരോഗ്യം വെക്കണം. ഒന്ന് ഈ ടെൻഷനും വയ്യായിക എല്ലാം കൊണ്ട് ഉള്ള മനസ്സ് ഇങ്ങനെ ഇരിക്കുക, അതെ, വിഷമിച്ചിരിക്കുക മനസ്സ്. പിന്നെ ഇന്നലത്തെ ടെൻഷൻ ഓൾറെഡി ഉണ്ടാവും. അതൊക്കെ എന്റെ ജീവൻ എന്താ കൂടെ നിൽക്കുകയല്ലേ, അല്ലാതെ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. ശരി, എന്തായാലും ശ്രീകാന്ത് ഇവിടെ വന്നു, ഭാര്യയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ കൂടെ നിന്നു. അപ്പൊ ഒരു ചെറിയ ഗെയിമിനും നമ്മുടെ കൂടെ നിൽക്കണം. ഓക്കെ ആണോ? അതാണ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ടഫസ്റ്റ് പാർട്ട്. ഇനി മോള് ഹാപ്പി ആയോ? ഹാപ്പി. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. ആ, റെഡി? റെഡി. അപ്പൊ ഗെയിം എന്താണെന്നറിയാലോ? ഡംഷരാസ് ആണ്. നമ്മൾ ഈ പാട്ട് ശ്രീകാന്തിന് പറഞ്ഞു തരും. ആ പാട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. സോന അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഡീൽ. അപ്പൊ ആയുധം പോയി എടുത്തിട്ട് വരട്ടെ. ആ. ഓക്കെ. ഈ ഗെയിം മുമ്പ് കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം. ആഹാ, അപ്പൊ ഫസ്റ്റ് ടൈം കളിക്കാൻ പറ്റിയ ഗെയിമാ. നമുക്ക് നോക്കിയാലോ പാട്ട് ഏതാന്ന് അറിയണ്ടേ? ഇനി ലുക്ക് സ്ട്രേറ്റ് മാത്രം, എന്നെ നോക്കണ്ട. ഇനി എന്നെ നോക്കേ വേണ്ട. ഓക്കെ. ഓക്കെ, അപ്പൊ പാട്ട് കാണിച്ചു കൊടുത്തിട്ട് വരാം. ഓക്കെ. ലിറിക്സ് വേണ്ടേ? തീർച്ചയായിട്ടും. ലിറിക്സ് പ്ലീസ്. സിമ്പിൾ. സിമ്പിൾ. പാട്ട് മനസ്സിലായല്ലോ? എങ്കിൽ നമുക്ക് അഭിനയം തുടങ്ങിയാലോ? ആ മൈക്ക് ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ. സോന പറയൂ. പറയൂ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. പാർട്ട് 1 വിജയിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് പാർട്ട് 2 നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ലിറിക്സ്. ഓക്കെ, ലിറിക്സ് പ്ലീസ്. ഭയങ്കര ഡിഫിക്കൽട്ട്, കിട്ടുമെന്ന് അറിയില്ല. ആകാശം. സോന നീ പറയൂ. ഡേഞ്ചർ ആണ്. മേലെ പൂമല, താഴെ തേനല.
വലിയ സമ്മാനം ഫസ്റ്റ് ടൈം ഒന്നല്ല ഗെയിം കളിക്കുന്നത്. ഫസ്റ്റ് ടൈം ഗെയിം കളിക്കുന്നവർക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റില്ല. മനപ്പുറത്താണ്. മനപ്പൊരുത്താണ്. അതെ. എന്തായാലും നമ്മുടെ ഈ ഒരു ഡംഷരാജ് അട്ടപ്പെട്ടെല്ലാം കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് സമ്മാനം വേണ്ടേ? കൺഗ്രാറ്റ്സ്. കളിക്ക് കേട്ടോ, രണ്ടുപേരും വളരെ പെട്ടെന്ന്. ആരും ഇത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. എന്തിന് ഇത്രയും കഴിവുള്ള ഞാൻ പോലും ഇത്രയും പെട്ടെന്ന് ഉത്തരം പറയില്ല. ചോദ്യം വന്നിട്ടില്ലല്ലോ. ഇല്ല. ഗിഫ്റ്റ് പോരട്ടെ. ഗിഫ്റ്റ് തരാനുള്ള ആളും വന്നോളൂ. It is a win in a record time. Super. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റെക്കോർഡ് ഇവിടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. അപ്പൊ എന്തായാലും മഞ്ഞപ്പെട്ടി കിട്ടി, ഗിഫ്റ്റ് പെട്ടിയാണ്. അപ്പൊ ഹാപ്പി ആയല്ലോ. നമ്മുടെ സെമി ഫൈനലിലെ 2 റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിൽ എന്താണുള്ളത്? എലിമിനേഷൻ. അത് കഴിഞ്ഞ ഫിനാലെ, നമ്മുടെ ലാസ്റ്റ് ലാപ്പ്. അതിലോട്ടെത്താൻ ഒരു ചെറിയ കടമ്പയുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സെമി ഫൈനലിന്റെ 2ാം ദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാശിയേറി പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മത്സരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? നമുക്ക് സ്വാഗതം ചെയ്യാം മേഘന.
മേഘന സെമി ഫൈനലിലെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടിയോ? നന്നായി പാടി. പാടി. കണ്ണിൽ ടെൻഷൻ കാണുന്നുണ്ടല്ലോ. അത് ചെറിയ അത് പാടി കഴിഞ്ഞതിന്റെ ടെൻഷനാണ്. പാടി കഴിഞ്ഞ ശരി വേണു ചേട്ടാ, ഈ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഈ ഓരോ പ്രാവശ്യവും മേഘന എടുക്കുന്ന ആ ഒരു ശ്രമം, എഫേർട്ട്, ദാറ്റ് ഈസ് ആഡ്സ് ഓഫ്. താങ്ക് യു സർ. അവിടെ എവിടെയെങ്കിലുമൊക്കെ പോവും, ഓഫ് കോഴ്സ്, ചെറുതായിട്ട്. രജനി വനിയിൽ അതുപോലെ പറന്നുയരാം രണ്ടിടം. ബട്ട് ദ റെസ്റ്റ് യു ആർ വെരി കോൺഫിഡൻറ്റ്. താങ്ക് യു സർ. അതാണ് വേണ്ടത്. ഒരിടത്ത് പോലും രചന മറക്കില്ല. യു ആർ കോൺഫിഡൻറ്റ് Thank you, ബിക്കോസ് ഓഫ് ദി sir. എഫേർട്ട്. താങ്ക് ഹാർഡ് യു വർക്ക്. സർ. യു ആർ ഗുഡ്, റിയലി ഗുഡ്. താങ്ക് യു സർ. അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. മഞ്ജരി ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മിസ്. മിസ്സാ താങ്ക് യു മാം. മാറിപ്പോയി. അത് സാരമില്ല, ഈ സ്കൂളിലൊക്കെ ടീച്ചർ ഉഗ്രനായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മേഘന നല്ലൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മേഘന ഇത് ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പം വേണുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് മേഘന. ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷനിൽ പാടാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ചില സംഗതികൾ മാത്രമാണ് കുറച്ചൊന്ന് സ്ലിപ്പായത്. അത് രണ്ടും ഒരേപോലെ സ്ലിപ്പായതാണ്. അപ്പം അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അത് എപ്പോഴും ഉറക്കത്തിൽ വിളിച്ചിട്ട് പാടാൻ പറഞ്ഞാലും മേഘന ആ സംഗതി അവിടെ വന്ന് വീണിരിക്കണം. അപ്പം ആ പ്രാക്ടീസിൻ്റെ ഒരു എഫേർട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയും നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്താലേ ഒരു സ്റ്റേജിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് ടെൻഷൻ ഇല്ലാതെ ഇങ്ങനത്തെ ഈ സംഗതികളൊക്കെ വന്ന് ഈസി ആയിട്ട് മനസ്സ് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. ഇത് ഉള്ളിലൊരു ഭയമുണ്ട്, പേടിയുണ്ട്. ദൈവമേ പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടെ അമ്മയാണെങ്കിൽ പടച്ചോനെ ദൈവങ്ങളില്ല അവിടെ ഇരുന്ന്. അപ്പം അനിയൻ അപ്പുറത്ത് നിന്നിട്ട് അമ്മ എന്താ വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ. ഫുൾ കോൺസെൻട്രേഷനാ. ഓൾ അസലായിട്ട് പാടി. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വളരെ ഇഷ്ടമായി. സന്തോഷം. അച്ഛനും പ്രാർത്ഥനയാ. അച്ഛനും അമ്മയും എല്ലാരും പ്രാർത്ഥിക്കുക. അല്ല, അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ എടുത്ത് കൊണ്ടുവന്നത്. ഗംഭീരായി. താങ്ക് യു മാം. ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്തിനാണ് ടെൻഷൻ അടിക്കാന്ന്? ഡെയിന് കാത്തിരിക്കുകയാണ്, ഉടനെ തുടങ്ങും ടെൻഷൻ എടുപ്പിക്കല്. അതെ, അപ്പൊ വരിക ജോളിയായിട്ട് പാടുക. ഉഗ്രനായി. ഇതുവരെ പെർഫോം ചെയ്തതൊക്കെ ഗംഭീരം. ഇനി അങ്ങോട്ട് തിനേക്കാൾ നന്നാവട്ടെ. താങ്ക് യു മാം. മേഘന രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് മേഘന ഇങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് ഇങ്ങനെ പോയി ഫിനാലിൽ എത്തണം. അതെ, എത്തൂലേ? എത്തുമായിരിക്കും. എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. എലിമിനേഷൻ ഉണ്ട്. ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട, അപ്പൊ ടെൻഷൻ അടിക്കും. അത് മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank കേട്ടോ, you. കൂളായിട്ടിരുന്നോളൂ. താങ്ക് യു. നമ്മുടെ മ്യൂസിക് വോയിസിന്റെ ആദ്യ റൗണ്ട് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് രണ്ടാം ദിനത്തിൽ അവരുടെ രണ്ടാമത്തെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? പെട്ടെന്ന് വിളിക്കൂ. സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സ്വാഗതം ചെയ്യാം. സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞു. പുതിയ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരാന്നാ പറഞ്ഞ. ആര്? ഞാൻ. എന്നാ ചോദ്യം പോരട്ടെ. എന്താണ് ആ ചോദ്യം? ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്ക്, എന്തായാലും പാളിപ്പോ. അപ്പൊ പിന്നെ ചോദിച്ചോ. അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു എന്നുള്ളത് ഒറ്റ വാക്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓ, എന്നെ ഇംഗ്ലീഷ് ഇട്ട് വീഴ്ത്താം എന്ന് കരുതി അല്ലേ? അല്ല, ഇംഗ്ലീഷൊക്കെ എല്ലാം അറിയില്ലേ. അരച്ചു കലക്കി കുടിച്ചിരിക്കല്ലേ. എന്തായിരുന്നു ഒന്നുകൂടി പറ. അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു എന്നുള്ളത് ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയണം. എടോ, നോ നോ നോ, ഇത് 100% അവിടെ നിന്ന് ഇങ്ങനെ സൂചന കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ഉത്തരം പറഞ്ഞോ? എനിക്കറിയാം, അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. എനിക്ക് ഉത്തരം അറിയാം. എന്താ അത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും PCR നീട്ടിയത്. അതെന്തായാലും അവിടെ നിന്ന് പറഞ്ഞിരിക്കും. എന്നാ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല. ഓ, എന്നാ ഉത്തരം പറയട്ടെ. പറഞ്ഞാൽ വേണുചേട്ടൻ എന്നെ വിശ്വാസം പറഞ്ഞാ ഞാൻ ഇനി വേറെ ചോദ്യമായിട്ട് വരും. ഞാൻ വേണുചേട്ടനോട് ഉത്തരം പറയാം. മഞ്ജുരിയോട് ഉത്തരം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. വേണുചേട്ടൻ കറക്റ്റ് ഉത്തരം ചെയ്ത് കൂടെ പറയരുത്. ഒന്ന് പറഞ്ഞു നോക്കിയേ വേണുചേട്ടാ, എന്ത് ശരിയാണോ എന്ന് ചോദിച്ചു നോക്കിയേ. ശരിയല്ല. എന്താ ഉത്തരം? എന്നാ എന്റെ കയ്യിലുള്ള ഉത്തരവും ശരിയാ. എന്നാ ഉത്തരം പറയട്ടെ. വേണുചേട്ടനിൽ വേറെ ഉത്തരം ഉണ്ടോ? ഇല്ല, അത് സാരില്ല. അവരെന്നെ പറ. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ശരിയാണോ? ശരിയാ. ഈ വക ഗെയിമായിട്ട് ഈ വേദിയിലേക്ക് പേരെടുത്തെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിലും മനസ്സിലായിട്ടില്ല കാര്യം. മിസ് അവിവാഹിത, അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, മഞ്ജരി എന്നെ വല്ലാതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയ ഒരു ചോദ്യമാണ്. എന്നാ ഒരു ഔഡവ രാഗം പറ. ഒരു ഔഡവ രാഗം. ഇത് എന്റെ ടോപ്പിക് അല്ലേ? സിലബസിന് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഡാഷ് ഇട്ട് വെക്കുള്ളൂ. ചോദ്യം ടഫ് ചോദ്യം. ശീലം. പ്ലീസ് ഒരു ഔഡവ രാഗം പറ. ഇതില് ഇവരൊക്കെ ടോപ്പ് ബാൻഡ് എന്റെ കൂടെ ഉണ്ട്. എന്റെ നാട്ടിൽ നിന്ന് ഒരു പുതിയ ആളെ പോരാളി ഇറക്കുന്നു. ശ്രീകുട്ടി പറ.
എന്തിന് ശ്രീകുട്ടി അവിടെ ഇരുന്നാ മതി. ആഗ്രഹമുണ്ട് പറഞ്ഞു തരാൻ, പക്ഷെ ചേച്ചി എന്നെ ഷൂട്ട് ചെയ്യും. ഇനി ഈ കുട്ടികൾക്ക് ഡീനെ, പറഞ്ഞോ. ഈ കുട്ടികൾക്കൊക്കെ വിവരമുള്ള കുട്ടികളാണ്. അല്ല മഞ്ജരി, ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നമുക്ക് ഇതുവരെയായിട്ട് ഒരു രഞ്ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, അതവിടെ അടുത്ത ഇരിക്കട്ടെ. പ്രാവശ്യം ഒരു ശിവരഞ്ജിനിയെങ്കിലും വേണം അല്ലേ? അങ്ങനെ ആരെങ്കിലൊക്കെ വേണം അല്ലേ? സാരില്ല, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. മുകളിലിരിക്കുന്ന ആൾ ആരാ? അതെ, ഈശ്വരനോ. എത്ര ബുദ്ധിമാനാണ്. നേരത്തിന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഇതുപോലുള്ള ഉത്തരങ്ങൾ ദൈവം പറഞ്ഞു കിട്ടും കിട്ടും കിട്ടും. പേടിച്ചേട്ടാ മഞ്ജരി, ഇപ്പതാ സെമി ഫൈനലിന്റെ 2ാം ദിനമാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ വീക്കിലുണ്ടായിരുന്ന ആൾക്കാരെ അല്ല ദാ ഇപ്പോ ഈ 3rd വീക്കിലെത്തി നിൽക്കുമ്പോ ഇവരുടെ ഒരു മത്സരം വാശിയേറിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? എല്ലാരും വാശിനേക്കാളും കൂടുതൽ അവരെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ തന്നെയാണ്. സത്യം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല, അവര് സ്വയമേ അവരോട് തന്നെ മത്സരിക്കുകയാണ് അല്ലേ? അവരെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കാണാം ഇവിടെ. അതെ. പ്രേക്ഷകര് വിചാരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരത്തില് ജഗടജഗയായിരിക്കുകയാണെന്ന്. അങ്ങനെ ഒരു ജഗടയൊന്നും ഇല്ല. അവരൊക്കെ സുഹൃത്തുക്കളാണ്. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റേയാളുണ്ട്, ചേർത്ത് പിടിക്കാൻ വേറൊരാളുണ്ട്. അപ്പം ഒരു സുഹൃത്ത് ബന്ധം ഇവിടെ പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവരുടെ പാട്ട് അവര് മറ്റുള്ളവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് കണ്ടസ്റ്റൻസ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എങ്ങനെ പാട്ട് നന്നാക്കാമെന്നൊക്കെ. അപ്പൊ അതൊരു രസമാണ് കാണാനും, ഒരു കൂട്ടായ്മ. ഈ ഒരു മിസ്റ്റേക്സ് വന്ന് ഇവര് ബ്രേക്ക് ഡൗൺ ഇവിടെ കരയുമ്പോൾ ഞങ്ങളും അവരോടൊപ്പം നിശബ്ദരായി തേങ്ങുന്നു. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ജോലി ഇതാണ്. അതെ, ഇത് ചെയ്തേ പറ്റൂ. വി ഹാവ് ടു. എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാം അല്ലേ? വിളിക്കാം. ആള് വരുന്നത് അങ്ങ് ചേർത്തലേന്നാ. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. രാമാ 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 जानकी जाने रामा जानकी जाने तदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने रामा 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 जानकी जाने रामा विषादकाले दया स्वमेत दयान्धकारे दया स्वमेत विषादकाले सुखा स्वमेत भयान्धकारे दया स्वमेत भवाब्धिनौग त्वमेव देवा भवाब्धिनौग त्वमेव देवा भजे भवन्दं मनोभिरामा भजे भवन्दं मनोभिरामा जानकी जाने रामा 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 जानकी जाने रामा दया समेत सुखानिकेत चिन्मकरन्द नतमुनिवृन्द
എന്തോ ഫുൾ ഫാമിലി വന്ന് സ്റ്റേജ് കീഴടക്കി അല്ലേ? എന്തായിരുന്നു പ്രാർത്ഥനയും മോന്റെ അഭിനയം എന്തായിരുന്നു? മോനെ ഇതാ വിളിക്കുന്നു. നിന്റെ പേരെന്താ? ഹരിഗോവിന്ദ്. എത്രയായി? ഹരിഗോവിന്ദ്. 3. 3. 3ാം ക്ലാസ്സില്. ഓക്കെ. പാടുവോ അതോ? പാട്ട് പാടോ? നേരത്തെ പാടുമായിരുന്നു, ആ. ഇപ്പൊ ഇച്ചിരി മടിയാ. ഇപ്പൊ മടിയായി തുടങ്ങി അല്ലേ? എന്തായാലും സെമി ഫൈനലിലെ 2ാമത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ് അമൃതയുടെ. മഞ്ജരി, അമൃതേനെ കാണുമ്പോൾ എനിക്ക് കസ്തൂരി ഓർമ്മ വരുന്നത്. അമൃതയുടെ ഒരു സിഗ്നേച്ചർ ആയ പോലെ. അതെ. അമൃത നല്ല പാട്ടാണ്. ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാക്കിയെടുത്തു പാട്ട്. ബ്യൂട്ടിഫുൾ പാട്ട്. അത് നന്നായിട്ട് പാടിയിട്ടുണ്ട് അമൃത. അതിൽ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു പരസ്പരം. ലിറിക്സ് അങ്ങേ ഇങ്ങേ എങ്കേക്കോ പോയി തിരിച്ചു വന്നു. ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇട്ടു, അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടു. എന്തായിരുന്നു? എന്തായാലും വലുതായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല, പക്ഷെ എന്നാലും കുറച്ച് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായി. അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ. നല്ലോണം അറിയുന്ന പാട്ടല്ലേ, നല്ലോണം പഠിച്ച പാട്ടല്ലേ, പിന്നെ എന്തിനായിരുന്നു? ചെറിയ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സംഗതികൾ കുറച്ചൊന്ന് പെർഫെക്റ്റ് ആവായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. അല്ലാതെ അമൃത ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. അമൃതയ്ക്ക് നല്ലൊരു വോയിസ് ഉണ്ട്. എനിക്ക് കൂടുതൽ ഇതിനകത്ത് ലിറിക്സാണ് പ്രശ്നം തോന്നിയത്. പിന്നെ ആദ്യത്തെ ആലാപ്പ് കുറച്ചൊന്ന് സ്റ്റഡി ആവണം. ഒരു ഫ്ലാറ്റ് അല്ല, ഷാർപ്പല്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, നല്ലോണം സമയമെടുത്ത് റെഡിയാക്കുക. എങ്ങനെയായിരുന്നു പറയൂ, ഒരു സ്വയം അപ്രൈസൽ. ഇന്നലത്തേത് വെച്ച് എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റി. ഇന്ന് ഓഫ്കോഴ്സ് അത് ഭേദമാണ്, ബട്ട് അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ആണോ? ഈ പറഞ്ഞ പോലെ രചന ഏറിയും കുറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, ശ്രുതിയുടെ പ്രശ്നം, സംഗതിയുടെ ക്ലാരിറ്റി ഇല്ലായ്മ, ഇതൊക്കെ ഉണ്ട്. ബട്ട് യു ആർ ഹാപ്പി അല്ലേ? പ്ലസന്റ്, സന്തോഷമായിട്ട് പാടി, അത് മതി. സോ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? അത്രേ ഉള്ളൂ. സുധീഷ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു അമൃത? കുഴപ്പമില്ല, പാടി, നന്നായിട്ട് പാടി. വേറെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ശരി, ഓക്കെ. അമൃത, എന്തായാലും സെമി ഫൈനലിലെ 2 റൗണ്ടും അവസാനിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഡേഞ്ചറിന്റെ ഒരു ഷീക്കാൻഡ് ഭയങ്കര ആഗ്രഹത്തോടെ വന്നതാ. ഓക്കെ, ടാറ്റാ. അവിടെ ചെന്നിരുന്നു കേട്ടോ. ഫാമിലി കസിൻസ് ഒക്കെ അവിടെ ഉണ്ട്. ചിറ്റയുണ്ട്, അമ്മായി ഉണ്ട് അല്ലേ? ചിറ്റ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഈ നിമിഷം ധന്യമാക്കാനായിട്ട് ഞാൻ ഒരാളെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുവാണ്. ഈ എന്താ പറയാ, ഈ അസുലഭ നിമിഷത്തിൽ ഈ ഒരു വേദി പുണ്യമാകാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വിളിക്കട്ടെ? വിളിക്കൂ. വേറെ ആരുമല്ല, അമൃതയുടെ അച്ഛനാണ്. രവീന്ദ്രൻ അങ്കിളിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തം പൂവണിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ മോള് ഏതാണ്ട് ഒരു 4-5 വയസ്സ് മുതൽ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുമായിരുന്നു. അതിനുശേഷം എൻ്റെ കൂടെ ചെറിയ ചെറിയ പ്രോഗ്രാം, ഞാൻ തബലിസ്റ്റാണ്, അപ്പോൾ എൻ്റെ കൂടെ ചെറിയ പ്രോഗ്രാമിനൊക്കെ വരുമായിരുന്നു. ഈ ഒരു വേദി എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, ഇവിടെ ഒരു ചാൻസ് എങ്കിലും വന്ന് പാടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു മഹത് കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 100 കണക്കിന് വേദികളിൽ പോകാറുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് ഈ ഒരു വേദി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ധന്യമുഹൂർത്തം സ്വപ്നം പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അതിന് ഫ്ലവേഴ്സിനും ബഹുമാനപ്പെട്ട ജഡ്ജസ് എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മോളെ ഈ ഇതുവരെ എത്തിച്ച അവരുടെ ഗുരുനാഥന്മാരോടും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ വേദിയിൽ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് രണ്ടുപേരുടെയും ഒരു പാട്ട് നമുക്കൊരു 4 വരി കേട്ടാലോ? ആയിക്കോട്ടെ. റൈറ്റ്. അകലേ അകലേ നീലാകാശം
അകലെ അകലെ നീലാകാശം അലതല്ലും മേഘ തീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ അകലെ നീലാകാശം. പനിയായിരുന്നു. അച്ഛന് നല്ല പനിയായിരുന്നു, പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇന്ന് വന്നത്. ഗംഭീരായി. അച്ഛാ, ഏതൊരു മാതാപിതാക്കളുടെയും ഒരു വലിയ ആഗ്രഹമാണ് തൻ്റെ മക്കളെ നമ്മൾ തന്നെ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ കൈ കൊടുത്ത് ഏൽപ്പിച്ച് കല്യാണം കഴിച്ച് വിടുക എന്നുള്ളത്. പക്ഷേ അച്ഛന് അത് സാധിച്ചില്ല. പക്ഷേ ദാ ആ ഒരു ദുഃഖം നമ്മൾ ഈ വേദിയിൽ തീർക്കുവാണ്. നമ്മൾ ഒരു ചെറിയ ചടങ്ങോടുകൂടി അച്ഛൻ്റെ മുമ്പാകെ നമ്മൾ ദാ സുധീഷിനെ കൊണ്ട് വീണ്ടും ആളെ കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പോ ഇതൊരു വലിയ ചടങ്ങിന് അപ്പുറം ഇങ്ങനെ ഒരു വേദിയിൽ ചെറിയൊരു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, അവരുടെ ഒരു പുതിയ പുനർവിവാഹം. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെ. അതെ. കല്യാണ ചെറുക്കന് എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പില്ല. കല്യാണ പെണ്ണിന് എതിർപ്പൊന്നുമില്ലല്ലോ? ഞാനാണ് കല്യാണത്തിന്റെ നടത്തിപ്പുകാരൻ. ഇനിയേ അപ്പൊ ഒരാളോട് കൂടി ആ സമ്മതം ചോദിക്കണം. ആരോടാ? ആരാ? അച്ഛനോട്. അല്ല, 3ാം ക്ലാസ്സിലെ മോനുണ്ട്. മോനോട്. ആ. മോനെ, വിരോധമില്ലല്ലോ? ഇല്ല. ഇല്ല. അത് മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും ഈ മുഹൂർത്തം ഒന്ന് അനുഗ്രഹിക്കണം. അപ്പോ എന്തായാലും ഈ ഒരു ദിവ്യ മുഹൂർത്തം ധന്യമാക്കാനായിട്ട് ദാ വേണുചേട്ടനെയും മഞ്ജരിയും ഒപ്പം അമൃതയുടെ അമ്മയും ക്ഷണിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യ മുഹൂർത്തം, അത് ഫ്ലവേഴ്സിൻ്റെ കാർമ്മികത്വത്തിൽ ഇവിടെ നടന്നു. സോ വെരി ഹാപ്പി, ഗ്രേറ്റ്ഫുൾ. ഞങ്ങളും ഇതിൽ പങ്കാളികളായി. അതെ, സന്തോഷം. ഒരു കണക്കിന് നോക്കിയാല് അമൃതയും സുധയും കൂടി അങ്ങനെ അന്ന് കല്യാണം കഴിച്ചത് നന്നായി എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയായി തോന്നില്ലേ? ഇങ്ങനെ ഒരു രീതിയിൽ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണം അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗ്യം വേറെ ഏത് രീതിയിൽ കിട്ടും? അപ്പൊ അന്ന് നടന്നത് വാസ് ഫോർ എ റീസൺ എന്ന് പറഞ്ഞില്ലേ? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പൊ ഇതായിരുന്നു ആ കാരണം.
പൊന്നും മിന്നും നിൻ കണ്ണാരമായി പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരമൈനേ മണവാട്ടിയായ വേലേ മഴനൂല് കൊണ്ടു താലി മുടിയിൽ വിടഞ്ഞ വേലേ ആഹാ, ഈ വേദിയിൽ ഇങ്ങനെ ഒരു ആശംസ ഇല്ലാതെ ഇതിലും വലിയ ആശംസ എന്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഒത്തിരി സന്തോഷം. ഇവളുടെ കല്യാണം കാണാൻ പറ്റാത്തതിൽ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. അത് എങ്ങനെ അത് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നത്. ഇപ്പൊ ആ സങ്കടം മാറി സന്തോഷമായി. താങ്ക് യു സോ മച്ച്. കൂട്ടുകാരികൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട് ഫ്ലവേഴ്സിനോട്. അന്ന് ഞാൻ കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ആ തെറ്റെനിക്ക് തിരുത്താൻ പറ്റി. അതെനിക്ക് ഫ്ലവേഴ്സ് ഇങ്ങനൊരു ഫ്ലോർ തന്നതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ അച്ഛനെ ആണെങ്കിലും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനെ ഒരു ഫ്ലോറിൽ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് സാധിച്ചു. അതിന് ഫ്ലവേഴ്സിനോട് തീരാത്ത നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സെമി ഫൈനൽ റൗണ്ടിൽ അടുത്തതായി മത്സരിക്കാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ഭവ്യ. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന
ഭവ്യ, ഓ കഴിഞ്ഞ റൗണ്ടിൽ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചാണ് ഇവിടുന്ന് ഈ വേദിയിൽ തന്നെ ഇറങ്ങിപ്പോയത്. ആ ടെൻഷൻ ഈ റൗണ്ടിൽ ബാധിച്ചോ? ഇല്ല ഇല്ല, നന്നായി പാടാൻ പറ്റി. നന്നായി പാടാൻ പറ്റി. ഓക്കെ, അപ്പൊ എന്തായാലും മഞ്ജരി സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഉഗ്രൻ എന്ന് പറഞ്ഞാല് ഉഗ്രൻ. ഇന്നലെ പാടിയ ഭവ്യ ഇന്ന് എനിക്ക് എന്തോ പറ്റിയെന്ന് എഴുതിയില്ല. അതില് വരികളുണ്ടല്ലോ, ഞാനൊരു സ്വപ്നമായി എന്നെ തിരിച്ചു കിട്ടാതെ, അല്ലേ? ഇന്നലെ തിരിച്ചു കിട്ടിയില്ല, കിട്ടിയില്ല, ഇന്ന് തിരിച്ചു കിട്ടി. കിട്ടി. സൂപ്പറായിരുന്നു. നല്ല ക്ലീൻ ആയിട്ട് പാടിയത്. വോയിസിന്റെ ആയാലും ആ പാട്ട് ശ്രുതി ചേർന്ന് പാടിയതും എല്ലാം ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. സൂപ്പർ, നല്ല ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. ചേട്ടാ ഭവ്യ, റിയൽ കം ബാക്ക് കേട്ടോ. താങ്ക് യു സർ. അത് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ദിസ് ഇസ് എ സോങ് ബൈ മാധുരി ചേച്ചി, ബട്ട് യു മെയ്ഡ് ഇറ്റ് സുശീലാമ്മ സോങ്. അതെങ്ങനെ എങ്ങനെ പറ്റി? ഇല്ല, ഞാൻ എല്ലാരും പാട്ടുകളെടുത്ത് പഠിക്കലുണ്ട്. സുശീലാമ്മയുടെ ഒരു 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 സോൾ ഛായ. എല്ലാം, ആ ലിറിക്സ്, പ്രൊണൗൺസിയേഷൻ എല്ലാം, ആ വോക്കൽ ഡൈനാമിക്സ് എല്ലാത്തിലും സൂപ്പർ. ഒരു കുറ്റവും Thank you, sir. ഒരിക്കലും ഇതിൽ പറയാൻ സാധിക്കില്ല. വെരി ഗുഡ്, റിയലി ഗുഡ്. താങ്ക് യു സർ. ഭവ്യ, ഓ. അങ്ങനെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടാണ് നേരത്തെ ആൾ ഇറങ്ങിപ്പോയത്. അപ്പൊ നമുക്ക് തന്നെ ആകെ ഒരു ഇപ്പൊ നന്നായി പാടിയിട്ട് കണ്ണുകൾ നിറയുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ തിരിച്ചു വരണമെന്ന് കരുതി കുട്ടി തന്നെ വന്നാണ്. അതെ, അതെന്തായാലും ഏറ്റു. പിന്നെ അല്ല. പിന്നെ അല്ല. ഭവ്യ, വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് ദേ നമ്മുടെ ആൾ അവിടെ ചാരി കിടക്കുന്നുണ്ടല്ലോ. ഇങ്ങ വന്നേ. എന്നെ കഴിഞ്ഞ പ്രാവശ്യം ചീത്ത പറഞ്ഞു പുറത്ത് വെച്ച്. എന്തിന്? ആളെ സ്റ്റേജിലോട്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. വന്നേ, ബാ ചോദിക്കട്ടെ. ഇല്ല, മാമനല്ലേ വിളിക്കുന്നത്? നല്ല ഉടുപ്പാന്ന് കാണിച്ചു തന്നെ ഞങ്ങക്ക്. ഹായ്, ഹായ്. ഇതൊരു ഭംഗി. സ്റ്റേജിൽ വന്നാലേ കാണുള്ളൂ. മോളിങ്ങോട്ട് വാ, സ്റ്റേജിലേക്ക് വാ. കടങ്കഥ കൊണ്ടുവന്നിക്ക്. വന്നേ. ഇനി അതെന്താ ഇവിടെ ഉള്ളൂ. പറഞ്ഞുതരാം. പറഞ്ഞ പച്ച ബസ്, ചുവപ്പ് സീറ്റ്, കറുപ്പും വെളുപ്പ് ആൾക്കാര്. എന്താ? പച്ച ബസ്, ചുവപ്പ് സീറ്റ്, കറുപ്പും വെളുപ്പ് ആൾക്കാര്. എനിക്കറിയാം. എന്തെന്നാ? അമ്മ ആണോ? അതെന്നെയാ. വാട്ടർമെലൻ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ? മഞ്ജരി ആന്റിയോട് ചോദിക്ക്. അമ്മായിന്ന് വിളിച്ചു. ആന്റി എന്തോ? മുന്തിരി ആന്റി. മുന്തിരി ആന്റി. ഉത്തരം പറഞ്ഞു പോയി. മുന്തിരിയായിരുന്നു ഉത്തരം. ഉത്തരം പറഞ്ഞു പോയി. മുറ്റത്ത് ചെപ്പേന അടുപ്പില്ല. അയ്യോ, അതെന്താ ഇടാഞ്ഞത്? അടപ്പ് അടുപ്പില്ല. ഉത്തരം പറഞ്ഞു കൊടുക്ക്. ഉത്തരം പറയൂ. ഞങ്ങൾക്കറിയാം. സ്റ്റൈലാണ്. എന്ത് സ്റ്റൈല് ഡ്രസ്. ഞാനേ ചോദിക്കട്ടെ, ഞെട്ടില്ല വട്ടയില്ല, അത് പപ്പടം. അത് പപ്പടം. ചോറിൽ ആദ്യം കറി കൂട്ടുക, എന്നിട്ട് അതിന്റെ മേലെ പപ്പടം ഇടുക, പൊടിക്കും ഇങ്ങനെ പൊടിച്ചിട്ട് തിന്നുക. തന്നെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെയാ ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കറുമുറുന്നായിരിക്കും. അപ്പോ മഞ്ജരി, ഇവിടെ ഭവ്യയുടെ ഒരു നല്ലൊരു സന്തോഷമുള്ള സമയമാണ്. കാരണം ഭവ്യ ഒരു വമ്പൻ മോളും സന്തോഷിച്ചിരിക്കുക. ഭവ്യ വമ്പൻ ഭവ്യ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആഘോഷത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അവരെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. രണ്ടുപേരും പ്ലീസ്. അനീതി വന്നോളൂ. അച്ഛനും അമ്മ ഇവിടെ ഉണ്ട്. ഭവ്യയുടെ ഈ വമ്പൻ തിരിച്ചുവരവിനെ എങ്ങനെ നോക്കി കാണുന്നു? വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഒരു സ്റ്റേജിൽ ഭവ്യ എത്തിപ്പെട്ടത് തന്നെ വളരെ സന്തോഷമായിട്ടാണ്. കാരണം അതിന് കാരണമായ ഈ ഫ്ലവേഴ്സ് ടിവിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛൻ നന്നായി കവിത എഴുതും. അച്ഛാ, കവിത ഒരു 4 വരി ഇപ്പൊ കേൾക്കാൻ. കഥനമുള്ളിലൊരഗ്നിയായന്നമ്മയുരുകുന്നു, വരണ്ട ചുണ്ടുകൾ ദാഹനീരിന്നുറവ തേടുന്നു, മണൽ കൂനകൾ ഊറ്റി അടർത്തി മാറ്റുന്നു, ജീവനാടി സ്പന്ദനങ്ങൾ നേർത്തുപോകുന്നു, നിന്റെ പകലിൻ കനൽ കട്ടകൾ എരിഞ്ഞടങ്ങുന്നു, നിന്റെ രാത്രികൾ മൗനഗീതം മറന്നു പോകുന്നു,
മാറിടത്തിലെ ഹരിത കഞ്ചുക മഴിച്ചു മാറ്റുന്നു, നഗ്നമേനിയിൽ അഗ്നിനാളം കനൽ വിരിക്കുന്നു, നഗ്നമേനിയിൽ അഗ്നിനാളം കനൽ വിരിക്കുന്നു. അമ്മ കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞപ്പോ ഭവ്യ നിറകണ്ണുകളോട് കൂടിയിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പുറകെ തന്നെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യമായിട്ടാ വരുന്നേ, ഈ പ്രാവശ്യം മോളെ കൊണ്ട് പോകേണ്ടി വരുമോന്ന്. പക്ഷെ ആ ഒരു വിഷമത മോള് രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവള് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. എന്നാലും ഈ സ്റ്റേജ് വരെ അവക്ക് എത്താൻ പറ്റിയല്ല, അതെ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെ വലിയ ആൾക്കാരെ മുന്നിൽ പാടുവാനും അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഫ്ലവേഴ്സ് ടിവിയോടും. പിന്നെ ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പറയും, നിങ്ങളെ മാത്രമല്ല ഈ നാടിൻ്റെ മൊത്തം അഭിമാനാണ് ഭവ്യ. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ, അത് ഞങ്ങൾക്ക് ധൈര്യം അല്ലേ, ആത്മാഭിമാനം. അതെ. പിന്നെ എൻ്റെ മോനെ ഇവിടെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചുണ്ടാകുന്ന ആളാണ്. മൂപ്പരും ഈ സമയത്ത് ഒന്നിച്ചില്ലാത്ത അതും എനിക്കൊരു കുഞ്ഞു വിഷമമായിട്ട് മനസ്സിലുണ്ട്. ഏതായാലും അവൾക്കും അവളെ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും ഈ സ്റ്റേജിൽ വരുവാനോ ടി വിയിൽ മാത്രം കാണുന്ന ഡെനിനെയും വേണു സാറിനെയും മഞ്ജരി മാമിനെയും ഒക്കെ കാണാനും ഒക്കെ കഴിഞ്ഞതും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷം അമ്മ, വിഷമിക്കരുത്, കരയരുത്, ഇതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഭവ്യ ഞങ്ങൾക്കും വലിയ അഭിമാനമുള്ള ഒരു താരമാണ് ഇവിടുത്തെ. കഴിഞ്ഞ ദിവസം പാടിയതിൽ ഞങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു, ആൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. ഇത്രയും ഭംഗിയായിട്ട് പാടുന്ന ഒരാള്. അപ്പൊ ഇതെന്തായാലും ഒരു തിരിച്ചുവരവായി, സൂപ്പറായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പൊ മുന്നോട്ട് പോവാ. അതെ, ഇപ്പൊ അമ്മ പറഞ്ഞു എന്റെ പൊന്നു മകൻ ഭവ്യയുടെ കൂടെ ഈ ഒരു നിമിഷം ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടെന്ന്. നമ്മൾ ആ വിഷമം അങ്ങ് മാറ്റാൻ പോവാ. മകൻ വരട്ടെ. ഹായ്. ഹലോ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ദാ ഫുൾ ഫാമിലി ദാ ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. എന്താ അച്ഛനെ വിളിക്കുന്നു. ആളെ മൈൻഡ് ചെയ്യാത്തതിന്റെ വിഷമത്തിലാള്. ഹായ് കിച്ചു. ഇന്നലെ ഭവ്യ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോ കുറച്ച് സങ്കടമായി. പക്ഷെ അതിന്റെ ഫീഡ്ബാക്ക് ഉൾക്കൊണ്ട് അവൾ ഇത്തവണ തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷം. എനിക്ക് എത്താൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ. സംഗീതം ഇവിടെ ഇല്ലെങ്കിലും ദാ അച്ഛനും അമ്മ ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. അപ്പൊ സംഗീതം ഇവിടെ ഇല്ലാത്തതാണ് ഇവരുടെ വിഷമം. ഓക്കെ. എന്താണ് പറയാനുള്ളത്? മകൻ വന്നിട്ടുണ്ട്, കൂടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമത ചെറുതായിട്ടെങ്കിലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അമ്മ എന്താണ് പറയാനുള്ളത്? എനിക്ക് കാര്യം വയ്യാണ്ടായിട്ട് ഞാൻ മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന്. എനിക്കൊരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞോ. എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് സർപ്രൈസ് തന്നിക്കുകയുള്ളൂ. ഇന്ന് എനിക്കൊരു ആഗ്രഹം ഇപ്പൊ സ്റ്റേജിൽ തോന്നിയതാ. എന്തായാലും ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഒരു 4 വരി ഏട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് എനിക്ക് പാടണം. തീർച്ചയായിട്ടും. ഒരു ചിമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല, എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. വെരി ഗുഡ്. പറയൂ, എന്തെങ്കിലും പറയൂ. എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പോ ഇവിടെ തന്നെയായിരിക്കും പാടാൻ പോവാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോ ഇവിടെ ഒരു നല്ല മൊമെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളും ഇമോഷണലി കണക്ട് ആവാണ് ഇവരുടെ ഈ ഒരു സിറ്റുവേഷനിലോട്ട്. ഇതേതായാലും ഒരു വല്ലാത്ത സർപ്രൈസ് തന്നെ ആയിപ്പോയിന്. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞിന്, എന്നോട് ചോദിച്ചിന്, പക്ഷെ ഞാൻ വരൂല എന്ന് പറഞ്ഞ അച്ഛനെയും അമ്മേനെയും അയക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും സർപ്രൈസ് ആയല്ലോ, ഭയങ്കര ഹാപ്പി ആയല്ലോ. ഓഹോ, ഹാപ്പി ആയി. അപ്പൊ സംഗീത്, അപ്പൊ ഒരുപാട് സന്തോഷം.
ഇങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ കോൾ വഴി ഇവിടെ ഈ ഒരു വേദിയിൽ നമുക്ക് പ്രസൻസ് തന്നതിന്. അപ്പൊ എന്തായാലും ജോലി തിരക്കുകളുടെ ഇടയിലാണ് വന്നതെന്ന് അറിയാം. അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു, ഒരുപാട് നന്ദി. ഭവ്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ പറയാൻ വരുന്നു? ഒന്നുമില്ല, ഏട്ടനെ പെട്ടെന്ന് കണ്ടേറെ സന്തോഷം തന്നെ. ദേ അച്ഛൻ പോവാൻ നിക്ക, ഒരു ഉമ്മ കൊടുത്തേ. താങ്ക് യു സോ മച്ച്. ബൈ. ഞങ്ങളെ നാട്ടിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയണം എല്ലാവർക്കും. ഹായ്. നമസ്തേ. ഹാപ്പി ആയല്ലോ? ഓക്കെ. ഈ ഒരു സമയത്ത് ഇപ്പോ എൻ്റെ കഴിഞ്ഞ പെർഫോമൻസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആകെ സ്ട്രെസ്സിലായി എന്നുള്ള അറിയാലോ. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന ഒരാളെ പറ്റി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. എൻ്റെ അനിയത്തി മുൻപിലോട്ട് വന്നേ. എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ ഒരുക്കുന്നത് തീർത്തുകളാണ്. അതുകൊണ്ട് ഓണ പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. അതുപോലെ അച്ഛൻ, അമ്മ, എനിക്ക് വേണ്ടി അച്ഛൻ തമ്പുരാനായി വന്നു. അതുപോലെ അമ്മയും ഈ വേദിയിൽ ഇരിക്കാനും അമ്മയ്ക്കും സാധിച്ചു. എല്ലാവരും ഇപ്പം ഏട്ടനാണെങ്കിൽ കോളിൽ വന്നു, എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും എനിക്ക് ഈ ഒരു സന്തോഷം തന്ന സമയത്ത് എനിക്ക് എല്ലാവരെയും ഓർമ്മിക്കണം എന്ന് തോന്നി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. വെരി ടച്ചിങ് മൊമെന്റ്. അതെ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടർന്ന് വേണം. എന്തായാലും സെമി ഫൈനലിലെ ഭവ്യയുടെ 2 പാട്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിലുള്ളത് എലിമിനേഷൻ ആണ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂളായിട്ടിരിക്കുക. താങ്ക് യു. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 സെമി ഫൈനൽ റൗണ്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 8 മ്യൂസിക്കൽ വൈഫ്സിന്റെയും 2 റൗണ്ടുകൾ വീതമുള്ള മത്സരം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡെയിൻ ഇത്രയും അധികം ഇവരെയൊക്കെ നോക്കി നടത്തുന്നില്ലേ? ഒരു വലിയ കാര്യല്ലേ? അതെ. അതിന് ഡെയിനൊരു വലിയ മധുരമുള്ള ഒരു സമ്മാനം ഞങ്ങൾ തരാൻ പോവാണ്. വരട്ടെ, സ്റ്റേജിലേക്ക് വരട്ടെ, ഡെയിനിന്റെ സമ്മാനം. പോരട്ടെ. ചേട്ടാ എനിക്കും സർപ്രൈസോ? സർപ്രൈസ് ചേട്ടാ, ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് കൊടുത്ത എനിക്കും സർപ്രൈസോ? ഈ ഗിഫ്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടില്ല. ഈ റിബൺ ആണ് നമ്മള് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡെയിന് വേണം ഇതിന്റെ ഒരു ഉദ്ഘാടനം നടത്താൻ. നിർവഹിക്കൂ. നന്നായി വരട്ടെ. സാരില്ല, കല്യാണം അയക്കാനുള്ള ആരും ഇതിലില്ല. തുറക്കൂ. അതിനായിട്ടില്ല സമയം. ഉറക്കോ, നീ ഉണ്ട്. പോരട്ടെ. കണ്ടോ, ഡെയിനിന്റെ മനോഹരമായ മുഖമാണ് അവര് കൊത്തിവെച്ചിരിക്കുന്നത്. കല്ല് കിട്ടിയില്ല, സോ തൽക്കാലം ഞങ്ങള് വാട്ടർമെലണിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കഴിച്ചോ. ഞാൻ പരിപാടി അവതരിപ്പിച്ചിട്ട് ഇങ്ങനെ ഇനി അങ്ങനെ നന്നായി പരിപാടി അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെ? ഇതിനെന്താ കുഴപ്പം? നല്ല വാട്ടർ കണ്ടന്റ്, നല്ല ഉഗ്രം ഫ്രൂട്ടാണത്. അങ്ങനെ വെരി ഗുഡ്. അതാണ്. താങ്ക് യു. എന്നാ പെട്ടെന്ന് തന്നെ ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമീ, രാഗാർദ്രമായ നീ മോഹങ്ങൾ തന്നു പോ, രാഗാർദ്രമായ നീ മോഹങ്ങൾ
പദ പദ സരി സദപ പദ 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 സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമി സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമി രാഗാർദ്രമായ നീ മോഹങ്ങൾ തന്നു പോ രാഗാർദ്രമായ നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദ 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 സരി സദപ പദ 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 സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. ഓ ഗംഭീരം, കലക്കല്ലേ. ഒരു 2 വരി ചോദിച്ചു, ഒരു പാട്ട് തന്നെ പാടിത്തന്നു. അതെ, 10 വരി പാടിയത് അല്ല 10 വരി പാടിത്തന്നു. കലക്കി. അപ്പോഴേ ആ 10 പേര് ചോദിച്ചിരുന്നെങ്കിൽ 20 വരി പാടിയേനെ. പണ്ട് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു 2 വരി പറഞ്ഞാൽ 2 വരി മാത്രമേ പാടുള്ളൂ. ഇപ്പൊ മാറി, ഇപ്പൊ 5 ഇരട്ടി. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടായത്. അതെ അതെ, നല്ല പാട്ടാ. എക്കാലത്തും മലയാളികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് തന്നെ ഈ മ്യൂസിക്കൽ വൈബ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡെഡിക്കേറ്റ്